നമസ്കാരം. എല്ലാവർക്കും പാചക കലവറ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗാർലിക് ഷാലോട്ട്സ് റൈസാണ്. ഇത് നമ്മുടെ സാധാരണ ചോറ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചേരുവകൾ പരിചയപ്പെടാം. കുറച്ച് ചോറ്, 20 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, 15 ചെറിയുള്ളി നീളത്തിലരിഞ്ഞത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ നെയ്യ്, ആവശ്യത്തിന് ഉപ്പ്. അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം. അതിനായി അടുപ്പ് കത്തിച്ച് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച 20 അല്ലി വെളുത്തുള്ളിയും 15 അല്ലി ചെറിയുള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഉള്ളിയെല്ലാം ചെറുതായിട്ട് ബ്രൗൺ നിറമാകുന്നുണ്ട്. അപ്പോൾ ഇതാ ഉള്ളി നമ്മൾ ഉദ്ദേശിച്ച പരുവത്തിലായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് മാറ്റിവെച്ച ചോറ് ചേർക്കുകയാണ്. ഞാനിപ്പോൾ ഇത്രയും ചോറേ എടുക്കുന്നുള്ളൂ. നിങ്ങൾ ചോറിൻ്റെ അളവിൽ മാറ്റം വരുത്താം. അതിൻ്റെ കൂടെ ചേരുവകളുടെ അളവിലും മാറ്റം വരുത്തിയാൽ മതി. ഇനി ഇത് നന്നായിട്ട് ഉള്ളിയായിട്ട് നന്നായിട്ട് ചേർത്ത് ഇളക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കൂടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. കുരുമുളക് പൊടിയുടെ അളവ് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. ഇത് നന്നായിട്ട് കുരുമുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം ഈ ചോറിലേക്ക് നന്നായിട്ട് ചേർത്ത് ഇളക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് നേരം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ഈ കുരുമുളകിൻ്റെയും മഞ്ഞൾ അതുപോലെ ഉപ്പ്, ഉള്ളി ഇതിൻ്റെയൊക്കെ രസം ഈ ചോറുമായിട്ട് നന്നായിട്ട് ചേരേണ്ടതാണ്. അപ്പോൾ ഇതാ ഗാർലിക് ഷാലോട്ട്സ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല സ്വാദാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ റൈസ് എല്ലാവരും വീട്ടിൽ പരീക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.